ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ മൂകാംബിക യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മുരുടേശ്വർ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തത്. നമുക്ക് SMVT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7:45 സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് മോർണിംഗ് 11:30 ആകുമ്പോഴേക്കും മൂകാംബികയിൽ എത്തുന്ന ഒരു ട്രെയിനാണിത്. എനിക്ക് തോന്നുന്നു 2-3 ട്രെയിൻ ഉണ്ട് കേട്ടോ ഡെയിലി ബാംഗ്ലൂർ ടു ഈ മൂകാംബികയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ബൈന്ദൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്, അതായത് മൂകാംബിക റോഡ്. ഇതാണ് ആ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ മൂകാംബിക നമ്മുടെ ദേവി ടെമ്പിളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി അല്ലെങ്കിൽ ഇതിനടുത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും യാത്ര ചെയ്യാം. വളരെ നല്ലൊരു യാത്രയായിരിക്കും അത്. കാരണം നമ്മൾ മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇന്നിതിപ്പം കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള സീസണാണ്. ഈ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും. കുറച്ച് മുന്നേ ആണെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. വന്ന ഉടനെ തന്നെ ദേവിയുടെ ദർശനം കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പ്ലാനിങ് ഒന്നുമില്ലാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് മൂകാംബികയിലൊന്ന് പോകണമെന്ന്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞങ്ങളിങ്ങ് പോന്നു. ഇവിടെ 108 ദുർഗാലയങ്ങളിൽ ഒന്നായിട്ടുള്ള മൂകാംബിക ദേവിയെ നമുക്ക് അങ്ങനെയൊന്നും വന്ന് കാണാൻ പറ്റില്ല. ദേവിയെ വിളിക്കണം. അതും ദേവി വിളിച്ച ദിവസമാവട്ടെ, ഇന്നൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ദേവിയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. ശരിക്കും മീനമാസത്തിലെ ഈ കൊടിയേറ്റ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന മഹാരഥോത്സവത്തിൽ നമുക്ക് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ശരിക്കും. അപ്പോൾ ഇന്ന് ബ്രഹ്മരഥത്തിലേറിയ മൂകാംബിക ദേവിയെ ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും മൂകാംബികയിൽ മെയിനായിട്ട് 2 ഉത്സവങ്ങൾ നമുക്കറിയാലോ. ഒന്ന് നവരാത്രി സമയത്തുണ്ടാവുന്ന 9 ദിവസത്തെ ഉത്സവവും, ഇത് മീനമാസത്തിൽ ഉണ്ടാവുന്ന മഹാരഥോത്സവം, കൊടിയേറ്റ മഹോത്സവം എന്ന് പറയും. ഇത് 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചടങ്ങുകൾ ഇവിടെയുണ്ട്. ഒന്നാമത്തെ ദിവസം കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസം ഓരോ ചടങ്ങുകളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തുന്ന ദിവസം, അതായത് 22 മാർച്ചിനാണ് നമുക്ക് ഇവിടെ ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം എന്ന് പറയുന്ന ചടങ്ങിന് ശേഷം ദേവിയെ വീണ്ടും സരസ്വതി മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ബ്രഹ്മരഥത്തിലേറിയ ദേവിയുടെ ദർശനത്തിനുള്ളൊരു സൗഭാഗ്യം നമുക്ക് കിട്ടി. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. നല്ല റഷാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും ദേവി നല്ല ദർശനം തന്നെ കൊടുക്കും, അത് ഉറപ്പാണ് കേട്ടോ. ഞങ്ങൾ എന്ന് മൂകാംബികയിൽ പോയാലും എന്നും ഈ റഷ് കാണും. ഇന്ന് കുറച്ചധികം ഉണ്ടെന്ന് മാത്രം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളുണ്ടാവും അവിടെ അല്ലേ. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരിക്കലും അയ്യോ ദേവിയെ ഞാൻ ശരിക്ക് കണ്ടില്ലല്ലോ എന്ന് തോന്നാറില്ല. അത്ര നല്ല ദർശനം എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഇനിയിപ്പോഴും ക്യൂവിൽ നിൽക്കുമ്പോഴാണെങ്കിലും അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പൊന്നും തോന്നാറില്ല അല്ലേ. ക്യൂ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ദർശനം കിട്ടാറുമുണ്ട്. അങ്ങനെ അവിടെ ക്യൂവിൽ നിൽക്കുമ്പോഴും നമുക്ക് ലളിതാ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ ബുക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്തവണ ബുക്ക് എടുക്കാൻ വിട്ടുപോയി. പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു സാവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈലിൽ സരസ്വതി മണ്ഡപത്തിലിരുന്നും അതുപോലെ തന്നെ ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ലളിതാ സഹസ്രനാമമൊക്കെ വായിച്ചു. പിന്നെ ഇത് നമുക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, ഒരു വഴിപാടൊക്കെ, അതൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ള വഴിപാടുകളൊക്കെ നമുക്ക് അവിടുന്ന് കഴിപ്പിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ കുറച്ചധികം സമയം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ രാത്രി കാഴ്ച. നല്ലൊരു രസമായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെന്താ, ഒരുവിധം എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാ ഭക്തരും വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഈ കാഴ്ചകളാണ്. ഇപ്പം അങ്ങനെ റഷൊന്നും കാണാനില്ല, എല്ലാവരും തന്നെ പോയി കഴിഞ്ഞു ശരിക്കും. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി, നമ്മൾ അത്യാവശ്യം എപ്പോഴും പോയി കഴിഞ്ഞാൽ കുറച്ച് പതിനാണി സാമാനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും നമ്മൾ രാവിലെ തന്നെ കുളിച്ച് നമ്മുടെ സൗപർണിക നദിയുണ്ടല്ലോ, അപ്പോൾ അവിടത്തോട്ട് വന്നു, സൗപർണികയിലോട്ട് വന്നു. നമ്മൾ കുളിച്ച് റെഡിയായിട്ടാണ് വന്നത് കേട്ടോ. സൗപർണികയിൽ മുങ്ങി കുളിക്കണം എന്നാണ് പറയുന്നത്. പുണ്യനദിയാണ്, കുടജാദ്രിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പുണ്യനദിയാണ് സൗപർണിക. നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ആൾക്കാരവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് അവിടെ ഒരു ചടങ്ങുണ്ടെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതായത് നെക്സ്റ്റ് ഡേ, നമ്മൾ പോയതിൻ്റെ നെക്സ്റ്റ് ഡേ ആറാട്ട് എന്ന് പറയുന്ന ചടങ്ങാണ്. അപ്പോൾ ദേവിയെ സൗപർണികയിലോട്ട് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെയുള്ള സ്ഥലത്തു നിന്ന് മാറി ഇവിടെ ഒരു ചെറിയൊരു ടെമ്പററി ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ വന്നാൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ഈ ഭാഗത്തോട്ട്, കുറച്ചുകൂടെ വേറൊരു ഭാഗത്തോട്ട്, സൗപർണികയുടെ വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ശരിക്കും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നിങ്ങളെപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഭാഗത്തോട്ട് വരണം. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗണപതി അമ്പലമുണ്ട്. ആ അമ്പലത്തിലോട്ട് കൂടെ പോയി തൊഴുതു. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു നാഗ സ്ഥാനമുണ്ട് കേട്ടോ. അതിനുശേഷം അതേ ഭാഗത്തുകൂടെ നമ്മൾ മൂകാംബികയില ടെമ്പിളിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു ഗുഹ കണ്ടത്. അതായത് ഗരുഡ ഗുഹ എന്ന് പറഞ്ഞൊരു സ്ഥലം. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഹസ്ബൻഡ് പോയിട്ടൊന്ന് നോക്കായിരുന്നു അതിനകത്ത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നിട്ട് തിരിച്ച് നമ്മൾ ദേവി ക്ഷേത്രത്തിലോട്ട് വന്നു. അപ്പോൾ അവിടെ അപ്പോഴും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലതരം ചടങ്ങുകൾ നടക്കുകയാണ് അവിടെ. അങ്ങനെ ഒന്നുകൂടെ ദേവിയെ ദർശിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴി അവിടെ ഒരു വനദുർഗ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമ്മളൊന്ന് കയറി കേട്ടോ. അവിടെ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു നിങ്ങളെന്തായാലും അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ മൂകാംബിക വിസിറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ കൂടെ പോകണം എന്നാണ് പറയുന്നത്. പോകുന്ന വഴി പോകാനായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഓക്കെ, നമുക്ക് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാലും അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ പ്രസാദങ്ങളൊക്കെ തന്നു കേട്ടോ. ശരിക്കും ഇതൊരു കാടാണ്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ, ഇല്ലെങ്കിൽ ശരിക്കും കാടാണ് കേട്ടോ. അത് നല്ലൊരു ആംബിയൻസാണ്, മസ്റ്റ് വിസിറ്റാണ്. നമ്മൾ മൂകാംബികയിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെയും കൂടെ പോകണം കേട്ടോ. അങ്ങനെ അവിടെ നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. നമുക്ക് 2:45 ട്രെയിന്. അങ്ങനെ വളരെ നല്ല ഒരു യാത്രയായിരുന്നു. മൂകാംബിക ദേവിയെ നമ്മൾ, ദേവി വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ ദേവി വിളിച്ചത്. അങ്ങനെ എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അടുത്ത് പോകാനും ദേവിയുടെ അനുഗ്രഹം കിട്ടാനും ഉള്ളൊരു സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.